നമസ്കാരം. വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. 11 ദിവസം നീണ്ട കാത്തിരിപ്പിനും നാടകീയതകൾക്കും ഒടുവിൽ കേരളം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഹൈക്കമാൻഡ് പ്രഖ്യാപനമുണ്ടായത്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. AICC നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ ചേർന്നാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. Discussions with the chairperson of the Congress Parliamentary Party, leader of the opposition in the Lok Sabha, the AICC observers who had met with the newly elected MLAs on May 7th, 2026, and many other leaders from the state, including MPs, former PCC presidents, have also been consulted. Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. ഈ വാർത്തയിലേക്കെല്ലാം നമുക്ക് വരാം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമായിരിക്കുന്നു. വി ഡി സതീശൻ ഇനി കേരളം നയിക്കും. ഡൽഹിയിൽ AICC വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന് 11ാം നാളിലാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി പ്രതിസന്ധിക്ക് പരിഹാരമായിരിക്കുന്നത്. AICC നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിവേക് കീർത്തി ചേരുന്നുണ്ട്. വിവേക്, ഒടുവിൽ ഇതാ കേരളം കാത്തിരുന്ന പ്രഖ്യാപനം എത്തിയിരിക്കുന്നു. കേരളത്തിന് 13ാമത് മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഇനി സത്യപ്രതിജ്ഞ, മന്ത്രിസഭാ രൂപീകരണം, മന്ത്രിസ്ഥാനം ആർക്കൊക്കെ എന്നീ നിരവധി ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇതിലേതെങ്കിലും കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഒടുവിൽ കേരളത്തിന് മുഖ്യമന്ത്രിയെ ലഭിച്ചിരിക്കുകയാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി ഡൽഹി എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഈ കാര്യം നിരീക്ഷകർ ഉൾപ്പെടെ ചേർന്നിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. എന്തായാലും കേരളം ഉറ്റുനോക്കിയ ദിവസങ്ങളായിരുന്നു ഇത്ര ദിവസം. 3 പേരുടെ പേരുകളായിരുന്നു രംഗത്തുണ്ടായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും വി ഡി സതീശൻ്റെ 3 പേരുകളാണ് ഉയർന്നു കേട്ടിരുന്നത്. ഇത്രയും ദിവസങ്ങൾ പല ചർച്ചകൾ നടത്തിയ ശേഷമാണ് കൂടുതൽ MLA-മാരുടെ ജയിച്ചു വന്ന MLA-മാരുടെയും ജനങ്ങളുടെ ഉൾപ്പെടെയുള്ള വികാരങ്ങൾ ഇത് ചെയ്തുകൊണ്ടാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജനവികാരം വി ഡി സതീശനോടൊപ്പമായിരുന്നു. UDF-ന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ എത്തണമെന്നായിരുന്നു ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. അതായത് 2021 തെരഞ്ഞെടുപ്പിൽ തോൽവിയെ ശേഷം UDF-നെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയത് വി ഡി സതീശനാണ്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 100-ലധികം സീറ്റുകളുമായി തങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ശക്തമായി പറഞ്ഞുകൊണ്ട് മത്സരത്തെ നേരിട്ട വ്യക്തിയും കൂടിയാണ് വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് കേരളത്തിൻ്റെ മനസ്സ് ഒന്നടങ്കം പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഈ തർക്കങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയത്. എന്തായാലും തർക്കങ്ങൾക്കെല്ലാം പരിഹാരമായിക്കൊണ്ട് ഇപ്പോൾ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും KC വേണുഗോപാൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ടീം കോൺഗ്രസ് നിശ്ചയിച്ച പോലെ തന്നെ ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്ന പ്രതിയെ പൂർണ്ണ സപ്പോർട്ട് ഞങ്ങൾ നൽകുമെന്നും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതേസമയം രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിരുന്നില്ല. മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പുറകുവശത്തു കൂടി അദ്ദേഹം മറ്റൊരു സൈഡിലേക്ക് പോയി. എന്തായാലും രമേശ് ചെന്നിത്തല ഒരു അല്പം നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മന്ത്രിസഭയിലേക്ക് അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും വി ഡി സതീശൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം സ്വാഗതാർഹമാണെന്നും ടീം UDF ഒറ്റക്കെട്ടായി പോകുമെന്നും ജനങ്ങളോട് നന്ദി പറയുന്നുവെന്നും മുന്നോട്ട് രമേശ് ചെന്നിത്തല തൻ്റെ നേതാവാണെന്നുൾപ്പെടെയുള്ള വി ഡി സതീശൻ പറയുകയുണ്ടായി. എന്തായാലും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വരെ
നന്ദി പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ പാർട്ടിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി താൻ ചെയ്യും, വലിയൊരു ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചത്, കൂടാതെ തന്നെ മന്ത്രിമാരെ തീരുമാനിക്കുന്നത് ഞാനല്ലെന്നും പാർട്ടിയാണ്, എന്നോട് അഭിപ്രായം ചോദിക്കും, മറ്റു നേതാക്കന്മാരോട് ചോദിക്കും. എന്തായാലും മന്ത്രിമാരുടെ കാര്യത്തിലും അടുത്ത ദിവസം തന്നെ ഉണ്ടാകും. എന്തായാലും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം UDF തന്നെ കൈകാര്യം ചെയ്യുക തന്നെയായിരിക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ എല്ലാ MLA മാരും ജയിച്ചു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രധാന വകുപ്പുകളിൽ അവരും ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ ചോദിക്കാനുള്ള സാധ്യതകൾ മുന്നോട്ട് നീക്കുന്നു. അതോടൊപ്പം തന്നെ PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസും അവരുടെ MLA മാരെല്ലാം ജയിച്ചു കയറിയിട്ടുണ്ട്. എന്തായാലും ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് തോറ്റ സ്ഥിതിക്ക് ഇവരുടെ വലിയൊരു വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ PJ ജോസഫും വലിയൊരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി, ചീഫ് വിപ്പ് സ്ഥാനത്തിന് വേണ്ടിയിട്ടൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ആരൊക്കെ മന്ത്രിമാരാം, ആർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങളെല്ലാം UDF-ൽ തന്നെ ആയിരിക്കുമെന്നും മറ്റ് സ്ഥാനങ്ങളായിരിക്കും ഘടകകക്ഷികൾക്ക് കൊടുക്കുക. എന്തായാലും മറ്റു ഘടകകക്ഷികൾക്കും ഓരോ മന്ത്രിസ്ഥാനം വീതം ഇത്തവണ കൊടുക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ വരുന്ന തിങ്കളാഴ്ചയോടുകൂടി സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും തിരുവനന്തപുരത്തായിരിക്കും കേന്ദ്രത്തിൽ നിന്ന് വരെ കോൺഗ്രസ് നേതാക്കൾ എത്തുമെന്നുള്ള വാർത്തകളും പുറഞ്ഞു വരുന്നു. എന്തായാലും ടീം UDF-ന് നന്ദി പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ അല്പം മുമ്പാണ് പത്രസമ്മേളനം അവസാനിപ്പിച്ചത്. എന്തായാലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു UDF പറയുന്നു. ഇത്ര ദിവസം നടന്ന പ്രചാരങ്ങൾക്കൊക്കെ അവസാനം കുറിച്ചു എന്നും KC വേണുഗോപാൽ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 11 ദിവസത്തെ അനിശ്ചിതങ്ങൾക്കൊടുവിൽ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വിദ്യ, അതെ, വിവേക് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ, അതായത് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇനി മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ തിരഞ്ഞെടുത്തെങ്കിലും മറ്റു മന്ത്രിമാർ, മറ്റു വകുപ്പുകൾ സംബന്ധിച്ച് ഇതുവരെ ഒരു ധാരണയും, അതായത് വാർത്തകൾ പുറത്തു വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച വാർത്തകൾ ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി വരും മണിക്കൂറുകളിൽ മറ്റു മന്ത്രിമാരെ സംബന്ധിച്ചും മറ്റ് വകുപ്പുകൾ സംബന്ധിച്ചുമുള്ള വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. വിശദാംശങ്ങൾ നൽകിയത് വിവേകാണ്. ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. യുക്രൈനിലെ തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് അതിശക്തമായ ഡ്രോൺ ആക്രമണം നടത്തി റഷ്യ. തലസ്ഥാനമായ കീവ്, പോളണ്ട് അതിർത്തിയിലെ പടിഞ്ഞാറൻ നഗരമായ ലിവിവ്, ഒഡീഷയിലെ ബ്ലാക്ക് സീപോർട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടായെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നു. യുക്രൈനിലെ റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ 23ഓളം തവണ ആക്രമണം ഉണ്ടായതായി പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവും അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ ആരംഭിച്ച ആക്രമണം മണിക്കൂറുകൾ നീണ്ടുനിന്നു. വ്യാഴാഴ്ച പുലർച്ചെയും ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. കീവിന് നേരെ ഡ്രോൺ ബാലിസ്റ്റിക് ആക്രമണം ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. നഗരത്തിൽ നിന്ന് ഒന്നിലധികം തവണ സ്ഫോടന ശബ്ദം കേട്ടതായും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ ഭീഷണികളെ ചെറുക്കുന്നത് കണ്ടതായും അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച യുക്രൈനിലെ 20ഓളം സ്ഥലങ്ങൾക്ക് നേരെ 800ഓളം ഡ്രോണുകളാണ് പ്രയോഗിച്ചതെന്ന് സെലൻസ്കി അറിയിച്ചു. യുക്രൈൻ സൈന്യം രാജ്യത്തെ പ്രതിരോധിക്കുന്നുണ്ടെന്നും റഷ്യയുടെ ലക്ഷ്യം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുക എന്നതാണെന്നും സെലൻസ്കി ടെലിഗ്രാമിലൂടെ അറിയിച്ചു. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UAE പ്രസിഡന്റുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതായി വെളിപ്പെടുത്തൽ. ഓപ്പറേഷൻ ലയൺസ് റോർ സമയത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ രഹസ്യ സന്ദർശനം നടത്തുകയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ നെതന്യാഹു രഹസ്യമായി UAE സന്ദർശിച്ചതായി വെളിപ്പെടുത്തൽ. നെതന്യാഹുവിന്റെ ഓഫീസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കണക്ക് പറയിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാനിയൻ സുരക്ഷാ വിഭാഗങ്ങൾ നേരത്തെ കൈമാറിയ കാര്യങ്ങളാണ് നെതന്യാഹു ഇപ്പോൾ പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എക്സിൽ കുറിച്ചു. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം സന്ദർശിച്ചതായുള്ള അവകാശവാദം UAE തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ചോ ഇസ്രായേൽ സൈനിക പ്രതിനിധിയെ സന്ദർശിച്ചതിനെ കുറിച്ചോ ഉള്ള റിപ്പോർട്ടുകൾ നിഷേധിക്കുന്നതായി UAE വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി നീണ്ടുപോയാൽ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഉയർന്നേക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇറക്കുമതി ചെലവ് ഉയരുന്നത് വഴിയുള്ള പണപ്പെരുപ്പ ഭീതി രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ ഊർജ്ജ വിപണിയിലെ പ്രതിസന്ധി അനിശ്ചിതമായി തുടർന്നാൽ പെട്രോൾ, ഡീസൽ ചില്ലറ വില ഉയർത്താതെ പിടിച്ചു നിൽക്കാനാകില്ല. വർധനയുടെ ഒരു ഭാഗം ആളുകളിലേക്ക് കൈമാറേണ്ടി വരുമെന്നും
സ്വിറ്റ്സർലാൻഡിൽ സ്വിസ് നാഷണൽ ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും സംയുക്തമായി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇത്തവണത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നത് വൈകും. മുൻപ് മെയ് 22-ന് ഫലം പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന. ഇതേ തുടർന്ന് ഫലം മെയ് 26-ന് പ്രസിദ്ധീകരിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. നേരത്തെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ നിന്ന് അധ്യാപകർ വിട്ടുനിന്നത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ 2177 അധ്യാപകർ മൂല്യനിർണ്ണയ ജോലികൾക്ക് ഹാജരായിരുന്നില്ല. ഇതോടെ അധ്യാപകർക്കെതിരെ കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സാധാരണ ഏപ്രിൽ ആദ്യവാരം തന്നെ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിക്കുന്നതായിരുന്നു. ഇത്തവണ ഏപ്രിൽ 9-ന് തിരഞ്ഞെടുപ്പായതിനാൽ 16-നാണ് ക്യാമ്പുകൾ ആരംഭിച്ചത്. ഇതും ഫലപ്രഖ്യാപനം വൈകുന്നതിന്റെ കാരണമായി എന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടുകൂടി 1 മണി വാർത്ത പൂർത്തിയാവുകയാണ്. ഇനി മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം.